പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന രവി എന്ന തോമസ് 5ാം ക്ലാസ് പഠിച്ചിട്ട് മലയാള മനോരമ പേപ്പർ കൂട്ടി വായിക്കാൻ അറിയാൻ പാടില്ല പഠിത്തം നിർത്തിയ ആളാണ്. എനിക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു അഭിഷേകം എന്ന് പറയുന്നത് ഒരു വചനം ഒരു മാസം വായിച്ചാൽ മതി. ഭയങ്കര മെമ്മറിയാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ വചനം പഠിപ്പിക്കുന്നുണ്ട്. വചനം പഠിച്ച് പൈസയില്ലാത്തവരെ കണ്ടുപിടിച്ച് അങ്ങനെ വചനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. കാരണം മനുഷ്യനൊക്കെ വചനത്തിൽ നിന്ന് ഒരുപാട് അകന്നുപോയി. പറഞ്ഞേ ഹല്ലേലൂയ. വചനം ഒരുപാട് കേൾക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ഗ്രഹിക്കുന്നില്ല. അതിന് കാരണം എന്താണ്? നമ്മുടെ ഹൃദയവും മനസ്സും ദൈവവചനത്തിന് നമ്മൾ തുറന്നു കൊടുക്കുന്നില്ല. ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും പ്രിയപ്പെട്ടവരെ തടസ്സമായി നിൽക്കുന്ന 4 കാര്യങ്ങളാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. 1 പരദൂഷണം. ഒന്നെന്താണ്? ഇവിടെ ഇല്ലല്ലോ. ഇല്ല, നിങ്ങളെ കണ്ടാലും അറിയാം അങ്ങനെയുള്ളവരല്ലെന്ന്. രാമൂരത്തുണ്ട് കേട്ടോ, രാമൂരത്ത്. അവിടെ 2-5 ചൊവ്വാഴ്ച ഒരു കൂട്ടായ്മയുണ്ട്. 100-100ഓളം പേര് വരുന്നുണ്ട്. ആ ദിവസം ഞാൻ ഒരിടത്തും പോകാറില്ല. പറഞ്ഞേ ഹല്ലേലൂയ. പറ. എൻ്റെയൊക്കെ ജീവിതം അങ്ങനെയാണ്. ഇതൊക്കെ ഈ പഠിപ്പിച്ച് മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വിവാഹം കഴിച്ച 2 മക്കളുണ്ട്. മൂത്ത മോളാണ്. മോളെ കല്യാണം കഴിഞ്ഞ് 5 വയസ്സായ ഒരു കൊച്ചുണ്ട്. അവൾ UK നേഴ്സാണ്. 2ാമത്തെ മോനാണ്. അവന് മാൾട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് അക്കൗണ്ടൻ്റായി ജോലി ചെയ്യുന്നു. അവൻ്റെ കല്യാണം കഴിഞ്ഞതാണ്. അവരോട് ഞാൻ ജയിച്ചോ തോറ്റോ ഒന്നും ചോദിക്കാറില്ല. അവരെ പഠിപ്പിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്കൂളിലാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അവരെല്ലാം വചനം വെച്ചാണ് പഠിച്ചതും, വചനം വെച്ചാണ് പാസ്സായതും, വചനം വെച്ചാണ് ജോലി കിട്ടിയതും, വചനം വായിച്ചാണ് കല്യാണം നടന്നതും, വചനം വായിച്ചാണ് കുട്ടികളും ഉണ്ടായേക്കുന്നത്. പറഞ്ഞേ ഹാല. കണ്ട അപ്പം സ്തുതിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാവരും ചുമയ്ക്കാൻ തുടങ്ങി. പറഞ്ഞേ ഹല്ലേലൂയ. 4 തരത്തിൽ സാത്താൻ എന്നെ നിങ്ങളെ കെട്ടും. 1 പരദൂഷണം. ഒന്നേതാണ്? അവർക്ക് പറ. പ്രഭാഷകൻ 28:13 എഴുതി വെക്കണം കേട്ടോ. പ്രഭാഷകൻ 28:13 എല്ലാവരും ഉറക്കെന്ന് പറഞ്ഞ് പരദൂഷകനും ഏഷണിക്കാരനും. ഇത് പറഞ്ഞപ്പോൾ ഒരു ശബ്ദമില്ല. ഒന്ന് ഉറക്കെ പറ ചേച്ചിമാരെ ചേട്ടന്മാരെ. പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവൻ. ആരാണ് ശപിക്കപ്പെട്ടെന്ന് വചനം പഠിപ്പിക്കുന്നത്? അവർ സമാധാനത്തിൽ കഴിഞ്ഞ അനേകം പേരെ വഴിതിരിച്ചിട്ടുണ്ട്. എന്താണ് ഈ സമാധാനത്തിൽ കഴിഞ്ഞ അനേകം പേരെ എന്ന് പറഞ്ഞാൽ? നമ്മൾ താമസിക്കുന്ന പ്രദേശത്ത് 10-15 വീടുള്ള ഒരു പ്രദേശം വന്ന് കൂട്ടുക. അവിടെ ഒരു ചേട്ടനോ ഒരു ചേച്ചിയോ പരദൂഷണം പറയുന്ന വ്യക്തിയുണ്ടെങ്കിൽ ആ 15 വീടിൻ്റെ സമാധാനം കെടുത്തു. കാരണം ചിലരൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് കയറിക്കഴിഞ്ഞാൽ ഉള്ള സമാധാനം കൂടെ പറ. അങ്ങനെയുള്ളവരൊന്നും എൻ്റെ വീട്ടിൽ കയറി വരാറില്ല. പറഞ്ഞേ ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ ഒരു ചേച്ചി വന്നു അയൽവക്കം കൊണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു ചേച്ചി, ആ പരിപാടി ഇവിടെ ഇല്ല. ഇവിടെ എല്ലാം പോസിറ്റീവ് എനർജിയാണ്, നെഗറ്റീവ് എനർജി ഇല്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം പാലാരൂപതയിൽ ഓമനിഷനായിരുന്നു. അവിടെ വന്ന് 2 സിസ്റ്റേഴ്സ്, ഒരു സിസ്റ്റേഴ്സ് അസിച്ച് ഞാൻ ധ്യാനിപ്പിച്ചതാണ്. ഇപ്പോൾ സിസ്റ്റേഴ്സ് ധ്യാനം അവിടെ നടക്കുകയാണ്. മിനിഞ്ഞാന്ന് 3/4 മണിക്കൂർ ക്ലാസ് എടുത്തിട്ട് അവർ വചനം പഠിപ്പിച്ചിട്ടാണ് വന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അവർ വന്നിട്ട് കയറിയപ്പോൾ പറഞ്ഞു, ബ്രദറെ ഇവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, ബാക്കി എല്ലാ വീടുകളും നെഗറ്റീവ് എനർജിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ വചനം മാത്രമേ പറയാറുള്ളൂ. വചനം പറയുമ്പോൾ നെഗറ്റീവ് എനർജി മാറി എന്ത് വരും? മിണ്ടുന്നില്ല. പോസിറ്റീവ് എനർജി വരും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം നമ്മുടെ നാവിൽ ഒത്തിരി വിലകെട്ടതുണ്ട്, പരദൂഷണമുണ്ട്, ഏഷണിയുണ്ട്, നുണയുണ്ട്, വിധിയുണ്ട്. ഇവിടെ ഇരിക്കുന്ന പല ചേച്ചിമാരുടെയും നോക്കൂ, മിക്കവാറും തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ചില രോഗങ്ങളുടെ കാരണം വർഷങ്ങളാ തലവേദന, നടുവിൻ്റെ വേദന, കൈകാല് വേദന, കൈമുട്ടുവേദന. നാവിൽ വിശുദ്ധിയില്ലാതെ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടുണ്ടെന്ന് ആരും കുമ്പസാരക്കുട്ടി പറയാറില്ല. വലുതീർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ ഇത് വളരെ 20 വർഷങ്ങൾക്ക് മുമ്പ് വെളിപ്പെടുത്തി തന്ന സംഭവമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിങ്ങൾ പറയണത്. പരിശുദ്ധ അമ്മ പറഞ്ഞു, കാലഘട്ടത്തിൽ എൻ്റെ പുത്രൻ്റെ ശരീരം എന്ന് വെച്ചാൽ വിശുദ്ധ കുർബാന, മക്കൾ നാവിൽ വിശുദ്ധിയില്ലാതെ മകനെ പരദൂഷണവും ഏഷണിയും നുണയും പറഞ്ഞു വന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അവിടെ ശരീരത്തിൽ പല രോഗങ്ങളും പിടികൂടിയിട്ടുണ്ട്. അത് നീ പറഞ്ഞു കൊടുക്കണം. സങ്കീർത്തനം 107:17 പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ഉറക്കെ പറഞ്ഞേ നിങ്ങളിൽ ചില രോഗികളായി മാറി. എല്ലാവരും ഒന്നും പറഞ്ഞിട്ടില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ജെറമ്യ 15:19 ജെറമ്യ പ്രവാചകൻ കൊണ്ട് ദൈവം പറയാ, നീ വിലകെട്ടത് പറയാതെ ഉറക്കെ പറഞ്ഞേ നീ വിലകെട്ടത്. സ്വരം ദൈവത്തെ സ്തുതിക്കാൻ സ്വരം വേണോ? ഈ സ്വരം 30 വർഷങ്ങൾക്ക് മുമ്പ് 55-ൽ പരം ഹൈന്ദവാചാരപരമായ പാട്ട് പഠിച്ച് അങ്ങനെ പാടിക്കൊണ്ടിരുന്നൊരു സ്വരമാണിത്. ഈ സ്വരം ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ വേറെ ഒന്നും കൊണ്ടല്ല.
ദൈവത്തിൻ്റെ വചനം നാവിൽ കന്നപ്പോൾ നാവിൻ്റെ കെട്ടുകൾ അടിഞ്ഞു, നാവിൽ വിശുദ്ധി നിറഞ്ഞു. അപ്പം നമ്മുടെ നാവിലൊക്കെ ഒത്തിരി വിലകെട്ടതുണ്ട്. നീ സൽവചനങ്ങൾ പറഞ്ഞാൽ നിൻ്റെ നാവ് എൻ്റെ നാവ് പോലെയാവും. അപ്പം ദൈവം പ്രവാചകനോട് പറയാ, നീ നന്മ മാത്രം പറയുന്ന നാവാണെങ്കിൽ നിൻ്റെ നാവ് എൻ്റെ നാവ് പോലെയാവും. വലതുകൊടുത്ത് എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, നാവ് കെട്ടിയിടുന്ന കണ്ടോ. സങ്കീർത്തനം 34:13. സങ്കീർത്തനം 34:13 വായിക്കുകയാണ്. ഒന്ന് ഏറ്റു പറയാമോ? തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് ആദരത്തെ സൂക്ഷിച്ചുകൊള്ളുവിൻ. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 19-ാം അധ്യായം 6-ാം വാക്യം. വ്യർത്ഥ ഭാഷണത്തെ വെറുക്കുന്നവൻ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ബൈബിൾ ഉടനീളം നമ്മൾ വായിക്കുന്നുണ്ട്. വീണ്ടും ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യം. പ്രാർത്ഥിക്കുന്ന നമ്മളുടെ നാവിൽ ഈ വചനം നിറയേണ്ടതാണ്. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ എപ്പോഴും നാവിനെ നിയന്ത്രിക്കേണ്ട ഒരു വ്യക്തിയായിരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ശുശ്രൂഷകൻ എപ്പോഴും നാവിനെ നിയന്ത്രിക്കേണ്ടവനായിരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. പറയാണ് പരദൂഷണം പറയരുത്. പറ. അപ്പൊ ദൈവം എന്ത് പറയരുതെന്ന് പറഞ്ഞതേ മനുഷ്യൻ പറയത്തുള്ളൂ. അതാണ് പ്രത്യേകത. പരദൂഷണം പാപമാണോ? വർഷങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ടവരെ, എല്ലക്കല്ല് ധ്യാനമന്ദിരത്തിൽ അവിടെ മദ്യപാനികൾ ധ്യാനമുണ്ട്, പൊതുധ്യാനമുണ്ട്. ഒരു പൊതുധ്യാനത്തിന് ഒരു 100-300 പേര് ധ്യാനിക്കുന്നുണ്ട്. ഈ സമയത്ത് രാവിലെ 6:30 സമയം മുതൽ 8:30 മണി സമയം വരെ ദൈവസ്തുതിയെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും ക്ലാസ് ഉണ്ട്. അപ്പം ഞാൻ ഈ ക്ലാസ് എടുത്തിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നു പ്രാർത്ഥിക്കാനായിട്ട്. ഈ ചേച്ചിക്ക് വലിവാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് വലിവാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നാണ് മരുന്ന് കഴിക്കുന്നത്. ആഴ്ച 2 എങ്കിലും വലിക്കണം. ഈ ചേച്ചി വന്നിരുന്ന പാടെ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ പറഞ്ഞു, ഇത് രോഗമല്ല. അപ്പം ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി പരദൂഷണവും ഏഷണിയും പറഞ്ഞിട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടുണ്ടോ? ആ ചേച്ചി എടുത്ത് വായിക്കണ്ടോ, പരദൂഷണം പാവമാണോ ബ്രദറെ? 20 വർഷമായിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചേച്ചിയോട്, ചേച്ചി കുമ്പസാരം തീർന്ന് കാണും, ഇവിടെ ഡയറക്ടച്ഛൻ്റെ ഇപ്പുണ്ട്, ജോസിറ്റടി അച്ഛൻ. ഈ അച്ഛൻ്റെ അടുത്ത് പോയി കഴിഞ്ഞ 20 വർഷമായിട്ട് പരദൂഷണവും ഏഷണിയും പറഞ്ഞിട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടുണ്ടെന്ന് ചേച്ചി ഒന്ന് പറഞ്ഞു കുമ്പസാരിക്കുകയാണ്. ഈ കൗൺസിലിംഗ് ഒന്നും കൊടുത്തില്ല, പ്രാർത്ഥിച്ചുമില്ല, ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചു വിട്ടു. പ്രിയപ്പെട്ട കുമ്പസാരക്കൂട്ടിൽ ഇത് ഏറ്റു പറഞ്ഞ നിമിഷം തന്നെ ഈ ചേച്ചി പറയാണ്, എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ വിട്ടുപോയി. അവിടെ വെള്ളിയാഴ്ച രാത്രി 10 മണിക്ക് കയറി സാക്ഷ്യം പറഞ്ഞ. അതിനുശേഷം ഇന്ന് വരെ ആ ചേച്ചിക്ക് വലിവുണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ വലിവുണ്ടാകാനുള്ള കാരണം എന്താണ്? പരദൂഷണം ഏഷണിയും പറഞ്ഞിട്ട് ഒന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ചു. അതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യം 10 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: വിശുദ്ധമായവ വിശുദ്ധിയോടുകൂടി ഭക്ഷിച്ചാൽ വിശുദ്ധരായിത്തീരും. വലുതിരുത്തം പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, അപ്പൊ പരദൂഷണം പറയരുത്. അടുത്ത വാക്യം പറയാണ്, രഹസ്യം പറച്ചിന് പ്രത്യാഘാതം ഉണ്ടാവും. പള്ളിയിലേക്ക് പോകുമ്പോഴും ധ്യാനത്തിന് വരുമ്പോഴും പ്രിയപ്പെട്ടവരെ, എന്തോ ഒരു രഹസ്യം നമ്മൾ പറയുന്നത്. ഇത് മുഴുവൻ പറയുന്ന മറ്റുള്ളവരുടെ കുറ്റമാണ്. മരുമകളുടെയും അമ്മായിമ്മമാരുടെയും പ്രത്യേകിച്ച് വൈദികരുടെയും ദൈവം തിരഞ്ഞെടുത്ത സിസ്റ്റേഴ്സിൻ്റെയും ഇങ്ങനെ ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ 20 വർഷമായിട്ട് പാലാരൂപതയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എനിക്കൊരു അഭിമാനമുണ്ട് ഒരു അൽമായ എന്ന നിലയിൽ. 171 പള്ളിയേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ പ്രസംഗിച്ച 111-ാമത്തെ പള്ളിയിലാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ ഒരുപാട് മനുഷ്യർ, ഒരുപാട് ശുശ്രൂഷകർ പരദൂഷണവും ഏഷണിയും മറ്റുള്ളവരെ വിധിച്ച് ശുശ്രൂഷ ചെയ്യുന്നു പോയി. ഇത് ഭയങ്കര ഒരു ദുരാത്മാവിൻ്റെ പ്രവർത്തനമാണ്. പലതും പറഞ്ഞേ ഹല്ലേലൂയ. നുണ പറയുന്ന നാവ് പറഞ്ഞേ, നുണ പറയുന്ന നാവ് ആത്മാവിനെ വഞ്ചിക്കുന്നു. അപ്പൊ പരദൂഷണത്തിന്റെ ഏഷണയുടെയും നുണയുടെയും ഒരു വിധിയുടെയും ദുരാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് സ്വതന്ത്രമായി ദൈവത്തെ സ്തുതിക്കാൻ പറ്റുകയില്ല. അത് കുത്തി ചുമ വരും, പുറം പൊട്ടിയതുപോലെ വേദന വരും, കൈ ഉയർത്താൻ തുടങ്ങുമ്പോൾ ചുമ തുടങ്ങും. ഇപ്പൊ 15 ഇവിടെ ചുമച്ചിട്ടുണ്ട്. ഈ ക്ലാസ് കഴിയുമ്പോൾ ചുമയെല്ലാം പോകും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നാവിനെ ആർക്കും നിയന്ത്രിക്കാൻ പറ്റിയല്ല പ്രിയപ്പെട്ടവരെ. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കും. നിങ്ങൾ നോക്കി, ഒരു കുടുംബത്തിൻ്റെ 80% പ്രശ്നങ്ങൾ തീരും എന്തിനെ നിയന്ത്രിച്ചാൽ. അത് കറക്റ്റായിട്ട് അറിയാലോ. പക്ഷെ എന്തിനെ നിയന്ത്രിക്കത്തില്ല? നാവിനെ നിയന്ത്രിക്കത്തില്ല. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ലേഖനം 3:6 നമ്മൾ വായിക്കുന്നത്, നാവ് തീയാണ്. ഉറക്കെ ഒന്ന് പറഞ്ഞേ, ഒരു 5 പേര് കേൾക്കാമത്തൊക്കെ പറഞ്ഞേ. അത് ദുഷ്ടതയുടെ ലോകം തന്നെയാണ്. അപ്പോൾ ദുഷ്ടതയുടെ ലോകം ഇരിക്കുന്നത് എവിടെയാണ്? എൻ്റെ നിങ്ങളുടെ നാവിലാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വചനം നന്നായിട്ട് പഠിച്ച് നാവ് നിൽക്കണമെന്നുള്ള ഒറ്റ കാര്യം ചെയ്താൽ മതി. നാവിനെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്ത് നാവിൽ വചനത്തിൻ്റെ അഭിഷേകം തന്നെ എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചാൽ മതി. ഒറ്റ വചനം നമ്മുടെ നാവിലേക്ക് വന്നാൽ നാവ് വിശുദ്ധീകരിക്കപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ.
ഹല്ലേലൂയ. വലതുരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ലോകം തന്നെയാ. നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളിൽ ഒന്നും ശരീരത്തെ മുഴുവനും മലിനമാക്കുന്നു. ശരീരത്തിൽ വിശുദ്ധിയില്ലാത്തതിന്റെ കാരണം എന്താണ്? ഞാനിവിടെ വരുമ്പോൾ വിജയത്തിന് വിശുദ്ധിയെക്കുറിച്ചാണ് പറഞ്ഞത്. അശുദ്ധിയിലേക്കല്ല നിങ്ങൾ വിളിക്കപ്പെടുന്നത്, വിശുദ്ധിയിലേക്കാണ്. എനിക്ക് വളരെ കാണാപ്പാടം അറിയാം, എന്നാൽ ഞാൻ അവിടെ നിന്ന് നോക്കും. 1 Thessalonians 4:7 അപ്പം എന്താണ് വിശുദ്ധി എന്ന് പറഞ്ഞത്? നമ്മുടെ നാവിലൊരു വിശുദ്ധി കിട്ടണ്ടേ? ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഒരു വിശുദ്ധിയുള്ള നാവായി മാറണ്ടേ? മത്തായിയുടെ സുവിശേഷം 7:1 ഈശോ പഠിപ്പിച്ചു, വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും. ഞാനൊരു വ്യക്തിയെ വിധിച്ചാൽ നിങ്ങൾ വിധിക്കുന്ന അതേ വിധിയിൽ നിങ്ങൾ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ വിധി തിരിച്ചു വരും. ഞാനൊരു വ്യക്തിയെ വിധിച്ചാൽ ആ വിധി എനിക്ക് തിരിച്ചു വരും. കണ്ട, അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രയോ പേരെ വിധിച്ചിട്ടുണ്ട്. കണ്ട നമ്മൾ പ്രഭാഷകൻ 28:25 വാക്ക് അളന്നു തൂക്കി സംസാരിക്കുക. അവർക്ക് പറ, സ്വരമുയർത്തി പറയാമോ? നന്നായിട്ട് ശബ്ദം കിട്ടും. വചനം ഏറ്റു പറഞ്ഞാൽ വചനം ഏറ്റു പറഞ്ഞിട്ടേ ശബ്ദം കിട്ടുകയുള്ളൂ. അടഞ്ഞു കിടക്കുന്ന വാതിൽ തുറക്കും. വചനം കടന്നു വരുമ്പോൾ പല മേഖലയിലും അടഞ്ഞു കിടക്കുന്ന വാതിൽ തുറക്കും. ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞ് 4 കോടി രൂപ കടവുള്ള ഒരു മനുഷ്യൻ കോവിഡിന് മുമ്പ് വന്നു. ഇന്ന് മനുഷ്യൻ 4 കോടി രൂപ കടവില്ല. വചനം കടന്നു വന്നപ്പം 93 ലക്ഷം രൂപ കടം, 85 ലക്ഷം രൂപ അമേരിക്കയിൽ രക്ഷിക്കും. ഞാൻ കണ്ടിട്ടില്ല ആളെ. പറഞ്ഞേ ഹല്ലേലൂയ. 565ഓളം പേർക്ക് ജോലി, 150ഓളം കല്യാണങ്ങൾ, 12ഓളം ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങൾ. അത് വചനം കടന്നു വരുമ്പോഴാണ്, വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ്. പറഞ്ഞേ ഹല്ലേലൂയ. പറയുന്ന വ്യക്തിയുടെ യോഗ്യതയും കഴിവുകൊണ്ടൊന്നുമല്ല. പറഞ്ഞേ ഹല്ലേലൂയ. അതൊക്കെ പറ. കണ്ട, വചനം നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു അതിന് നമ്മൾ എത്രമാത്രം പ്രത്യുത്തരം കൊടുക്കുന്നു അതനുസരിച്ച് എന്ത് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്ന എൻ്റെ നിങ്ങളുടെ ജീവിതം വചനാധിഷ്ഠമായ ജീവിതമാണ്. വചനം ശരിയായി പഠിച്ച് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തി അവൻ പ്രശ്നങ്ങളെ അതിജീവിക്കും, അവൻ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കും, അവൻ പ്രലോഭനങ്ങളെ അതിജീവിക്കും, അവൻ രോഗങ്ങളെ അതിജീവിക്കും, അവൻ്റെ ജീവിതത്തിലുള്ള സഹനങ്ങളെ അവൻ അതിജീവിക്കും. വലതുവഴി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അവൻ കടബാധ്യതയെ അതിജീവിക്കും, സകല മേഖലയെ അതിജീവിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൽ നോക്കിക്കേ, നമ്മൾ എത്രയോ വചനങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷെ ഒരു വചനവും നമ്മളെ മാംസം ധരിക്കാറില്ല. ഒരു 10ഓളം വചനങ്ങൾ ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു തോന്നുന്നു, നാവിനെക്കുറിച്ച് മാത്രം. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായി 12:36 അവിടെ ഇങ്ങനെയാണ് യേശു പറഞ്ഞത്, മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും പറഞ്ഞേ വിധി ദിവസത്തെ കണക്ക് കൊടുക്കേണ്ടി വരും. അപ്പം മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ ഒരു വിധിയുണ്ട്. ആ വിധിയുടെ സമയത്ത് ഇതെല്ലാം നമ്മൾ എഴുതി വെക്കേണ്ടി വരും. ഞാനും നിങ്ങളും കണക്ക് കൊടുക്കേണ്ടി വരും. ഇനി പ്രഭാഷകന്റെ പുസ്തകം 18:16 ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, നല്ല വാക്കുകൾ പറഞ്ഞ നല്ല വാക്കുകൾ ദാനത്തേക്കാൾ വിശിഷ്ടമാണ്. ഒരു മനുഷ്യന് ഒരു 100 രൂപ എടുത്ത് ദാനം കൊടുക്കുന്നതിനേക്കാൾ നല്ലതാണ് ഒരു മനുഷ്യനോട് ഒരു നല്ല വാക്കുകൾ സംസാരിക്കുന്നത്. വരിതിരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇനി വീണ്ടും നമ്മൾ വായിക്കുന്നു മത്തായിയുടെ സുവിശേഷം 5:37 അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, നിങ്ങൾ പറയുന്ന വാക്കുകൾ ഒന്ന് പറഞ്ഞേ. നിങ്ങൾ പറയുന്ന അതെ അതെയെന്നോ അല്ല അല്ല എന്ന് വായിക്കോട്ടെ. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ വലത് കരുത്തി പിടിച്ച് മുഖത്ത് നോക്കി ഒന്ന് പറഞ്ഞേ, നിങ്ങൾ പറയുന്ന വാക്കുകൾ അതെ അതെയെന്നോ അല്ല അല്ല എന്നോ ആയിക്കോട്ടെ. ബാക്കിയുള്ളതെല്ലാം ദുഷ്ടനിൽ നിന്ന് വരുന്നു. കൈയെടുത്തോ, നമ്മളിലേക്ക് വരുന്നത് അവസാനം പറഞ്ഞതായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ വാക്കുകൾക്ക് ശക്തിയുണ്ട്, പക്ഷേ ആത്മാവ് ജീവനുമില്ല. നമുക്കറിയാം, ചില ചേച്ചിമാർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് പറയുന്നത്, കപ്പളത്തിൽ എന്തൊരു കപ്പളങ്ങായ, ഉച്ച കഴിഞ്ഞ് കാറ്റ് വന്ന് വട്ടം ഒടിഞ്ഞ് എന്ത് ചെയ്തു, താഴെ വീണു. അപ്പം നമ്മൾ ആ ചേച്ചി എന്നാ പറയുന്നത്, ചേച്ചി ആ ചേച്ചിയുടെ നാക്കെന്നാ പറയണേ, അത് കറക്റ്റായിട്ട് അറിയാലോ. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. ചില ചേട്ടൻ വന്നിട്ട് തോമസ് ചേട്ടാ, ഈ മാവയിൽ എന്തൊരു മാങ്ങായ, ഇല പോലും കാണാതെ മാങ്ങ കിടന്ന പിറ്റേ ദിവസം ഇല പോലും. അപ്പം മനുഷ്യൻ്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്, പക്ഷേ ആത്മാവ് ജീവനുമില്ല. ദൈവവചനത്തിന് ആത്മാവുണ്ട്, പിന്നെ എന്തുണ്ട്, ജീവനുണ്ട്. യോഹന്നാൻ 6:63 ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഞാനിത് പഠിച്ച് ഹൃദയത്തിൽ സൂക്ഷിച്ച് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
സഭ വചനവർഷം പ്രഖ്യാപിച്ചായിരുന്നു. അപ്പോൾ ആൾത്താരുടെ സൈഡിൽ ഇവിടെ ഇങ്ങനെ എഴുതി തൂക്കിയിട്ടുണ്ടായിരുന്നു. ഓരോ വർഷം ഓരോ വചനം നമുക്കങ്ങനെ. കുറച്ച് മുമ്പ് ക്ലാരിസ് അച്ഛൻ പറഞ്ഞത് പുരോഹിത വർഷം സഭയിൽ എഴുതിയിട്ട ഒരു വനമാണ് 2 തിമോഥെയോസ് 1:6. എൻ്റെ കൈവപ്പോലും എനിക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക വരം നീ ഉജ്ജ്വലിപ്പിക്കണം. പക്ഷെ നമ്മളിതൊന്നും കാണാറുമില്ല, കേൾക്കാറുമില്ല. പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസ വർഷം പ്രഖ്യാപിച്ചപ്പോൾ എഴുതിയായിരുന്നു വെള്ളിക്ക് 16 മാർപ്പാപ്പ. അതൊക്കെ നമ്മളൊക്കെ നോക്കുന്നത് നല്ലതാണെന്നേ. ഗലാത്യർ 5:6 സ്നേഹത്തിൽ പ്രവർത്തനം വിശ്വാസം. കണ്ട, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണെന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന് ആത്മാവുണ്ട്, ജീവനുണ്ട്. ദൈവവചനം ഏത് വ്യക്തിയിലേക്ക് കടന്നു വരുന്നോ അവനുള്ള അന്ധകാരങ്ങൾ മാറി, അവൻ്റെ നെഗറ്റീവ് എനർജി മാറി, അവൻ്റെ ശരീരത്തിൽ, അവൻ്റെ മനസ്സിൽ, അവൻ്റെ ആത്മാവിൽ പോസിറ്റീവ് എനർജി കൊണ്ട് നിറയും. വലതി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന രവി എന്ന തോമസ്, പ്രിയപ്പെട്ടവരെ, 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹൈന്ദവനായ സഹോദരൻ 8 ലിറ്ററോളം കള്ള് കുടിച്ച് 75 ലിറ്റർ കള്ള് ഷാപ്പിച്ച് എത്തിയാണ് ഒരു യൂണിയൻ ചെത്തൊഴിലാളി. പ്രിയപ്പെട്ടവരെ, ഭാര്യയും കുട്ടികളൊന്നും കൂടെയില്ല. 1 വർഷക്കാലം 3 വയസ്സായ കൊച്ചിനെയും 1 വയസ്സായ കുഞ്ഞിനെയും സ്വന്തം ഭാര്യ ഉപേക്ഷിച്ചിട്ട് മദ്യത്തിൻ്റെ ലഹരിയിലും പുകവലിയുടെ ലഹരിയും ചീട്ടുകളിൽ ലഹരി കിടന്ന ഒരു മനുഷ്യൻ, ഒരു ഹൈന്ദവനായ സഹോദരൻ പോട്ടയ ആശ്രമത്തിൽ കാശ് മുടക്കി കൊണ്ടുപോയപ്പോൾ അവിടെ എന്ത് നടക്കുന്നു എന്നറിയാൻ പോയപ്പോൾ ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് ധ്യാനം കൂടിയിട്ടോ ധ്യാനത്തിന് ഇരുന്നിട്ടോ മാനസാന്തരപ്പെട്ട വ്യക്തിയല്ല, ഒരു വചനം കടന്നു വന്ന് ആ വചനത്തിൽ വിശ്വസിക്കാം, യേശുക്രിസ്തുവിൽ വിശ്വസിക്കാം എന്ന് പറഞ്ഞപ്പോൾ ആ വചനം എന്നെ മാംസം ധരിച്ച് മദ്യപാനത്തിൻ്റെയും പുകവലിയുടെയും ചീട്ടുകെടുത്തിൻ്റെയും ബന്ധനത്തിൽ നിന്ന് വിടിവിച്ചിട്ട് 30 വർഷമായി. കരങ്ങളടിച്ച് കർത്താവിനൊരു നന്ദി പറഞ്ഞേ. ഒറ്റ വചനം. എന്നാൽ ആ വചനം 10 വർഷം കഴിഞ്ഞപ്പോൾ അത് വചനം ഫലം കൊടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 15-ാം വാക്യം, നല്ല നിലത്ത് വീഴുന്ന വിത്ത് എന്ന് പറഞ്ഞേ, വചനം കേട്ട് ഉത്കർഷവും നിർമ്മലമായ ഹൃദയത്തെ സംസ്കരിച്ച് ക്ഷമയോടെ കാത്തിരുന്ന് ഫലം കൊടുക്കും. എന്താണ് നല്ല നിലം? നല്ല നിലം എൻ്റെയും നിങ്ങളുടെയും ഹൃദയം. വിത്ത് ദൈവത്തിൻ്റെ വചനം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം നമ്മുടെ ഹൃദയത്തിൽ നല്ല നിലത്ത് ഒരു വചനം വീഴാൻ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കണം. അങ്ങനെ വീണാൽ ഈ കാര്യസ്മരിലിരിക്കുന്ന നിങ്ങളിൽ നിന്ന് 25 വർഷം കഴിഞ്ഞാലും ഫലം കൊടുക്കാതെ പോകത്തില്ല. വലുതി പറഞ്ഞേ ഹല്ലേലൂയ. എവിടെ വീഴാനാ പ്രാർത്ഥിക്കണ്ടേ? 4 നിലത്ത് വചനം വീഴുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു അന്ന് തെങ്ങിൻ്റെ ചൂട്ടിൽ നിന്ന് കേട്ട ഒരു വചനം അപ്പോസ്തലർ 4:12 ഞാൻ കണ്ണടച്ചിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടില്ല. എനിക്ക് പ്രാർത്ഥിക്കാണെങ്കിൽ ഞാൻ നിരീശ്വരവാദിയായിരുന്നു. കത്തോലിക്ക പള്ളിയുടെ മോളിൽ വെക്കുന്ന കുരിശ് ഇടിമേനിൽ പിടിക്കാൻ ഞാൻ പഠിച്ച നിരീശ്വരത്തിൽ. അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കും? യേശു ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ന് ലോകമെമ്പാടും പറഞ്ഞു 24 മണിക്കൂറും പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. എനിക്കന്ന് തിരുവനന്തപുരത്തായിരുന്നു. ഇത് കഴിഞ്ഞാൽ വാഴക്കുളത്ത് പോകുക. 2 ദിവസം ധ്യാനമാണ് അവിടെ ഒരു ഹോളി ഫാമിലി മഠത്തിൽ. നാളെ രാത്രിയേ പോകുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. അതേ മാസി ധ്യാനം തുടങ്ങും. പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടിന്യൂസ് ആയിട്ട് ഓടി നടന്ന കൊച്ചു ശുശ്രൂഷ ചെയ്യുവാണ്. ഈ കർത്താവ് വലിയ കൃപയാണ്. ബൈബിൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഏത് വിഷയം കൈകാര്യം ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവ് എന്നെ അതിനൊരു 10 വായനം കാണാപ്പാടം പഠിപ്പിച്ചിട്ടുണ്ട്. നാവിനെക്കുറിച്ച് ചോദിച്ചാൽ 10 വായനം കാണാപ്പാടം പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ദൈവസ്നേഹം പറഞ്ഞാൽ അത് 10 വായനം പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി വിശ്വാസം പറഞ്ഞാൽ 10 വായനം പഠിപ്പിച്ചു. ഇനി പാപം പറഞ്ഞാൽ 10 വായനം പഠിച്ചു. ഇനി പരിശുദ്ധാത്മ പറഞ്ഞാൽ 10 വായനം. അങ്ങനെ ഓരോ മേഖലയ്ക്കും പരിശുദ്ധാത്മാവ് വചനം പഠിപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അതൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ? അപ്പം വഴിയേരിൽ വീണാൽ അത് ഫലം കൊടുക്കത്തില്ല. പാറമേൽ വീണ വചനം കൊടുക്കത്തില്ല. മുൾച്ചെളി വീണ ഫലം കൊടുക്കത്തില്ല. അപ്പം നമ്മൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ, നല്ല നിലമാകുന്ന എൻ്റെ ഹൃദയത്തിൽ വിത്താകുന്ന ദൈവവചനം വിതയ്ക്കണമേ. അപ്പം നല്ല നിലത്ത് ഞാൻ വിശ്വസിക്കുന്നു 10 വർഷത്തിന് ശേഷം വചനം പരിശുദ്ധാത്മാവ് വചനത്തിൻ്റെ അഭിഷേകമാക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ 94 ഞാനൊരു ഏകദിന കൺവെൻഷൻ വിശ്വാസത്തിൽ വന്നു. ആ വിശ്വാസം 3 വർഷക്കാലം കുടുംബത്തിൽ പ്രസംഗിച്ചു. ഞാൻ 9 വർഷം കുടുംബത്തിൽ പ്രസംഗിച്ചു. 9 വർഷം കുടുംബത്തിൽ പ്രസംഗിച്ചപ്പോൾ അതിന് ഫലമുണ്ടായി. ഭാര്യ, 2 മക്കൾ, 80 ദിവസം സ്നേഹിപ്പിക്കാൻ അപ്പൻ, 75 വയസ്സായിരിക്കുന്ന അമ്മ, 5ാമത്തെ ചേട്ടൻ്റെ ഒരു മോള്, ഇത്രയും പേര് വചനം ഫലം കൊടുത്ത് വന്ന് മാമുദീസ മുങ്ങി സഭയിലേക്ക് വന്നു. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഇപ്പം രവി തോമസ് എന്ന് പറയുമ്പോൾ ആ രവി തോമസിനല്ല അനുഭവം. രവി തോമസ് രക്ഷപ്പെട്ടപ്പോൾ, രവി തോമസ് വചനം കേട്ട് വിശുദ്ധീകരിച്ചപ്പെട്ടപ്പോൾ കുടുംബം മുഴുവൻ ആ വിശ്വാസത്തിൽ വന്നു. അത് അപ്പോസ്തലർ 16:31 നമ്മൾ കേട്ടിട്ടുള്ളേ. കർത്താവായ യേശുക്രിസ്തുവിൽ എന്ന് പറയാൻ എന്ത് എളുപ്പമെന്ന് നോക്കി. നമ്മുടെ വിശ്വാസം കണ്ട് കുടുംബത്തിൽ ആരെങ്കിലും വിശ്വാസത്തിൽ വന്നിട്ടുണ്ടോ? ഒരു ചേച്ചി പറഞ്ഞു, എൻ്റെ വിശ്വാസം കണ്ട കുടുംബത്തിലുള്ളവരും കൂടെ വിശ്വാസം ഉപേക്ഷിച്ച് പോകുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അത് ആത്മീയ വിശ്വാസത്തിലേക്ക് വരുന്ന ഒരു വ്യക്തി
കുടുംബം. എന്നാൽ കുറ്റമറ്റ ഒരു വിശ്വാസി കുടുംബത്തിലുണ്ടെങ്കിൽ ആ വ്യക്തിയിലൂടെ കുടുംബം മുഴുവൻ കർത്താവ് രക്ഷപ്പെടുത്തും. കുറ്റമറ്റ വിശ്വാസിയല്ല നമ്മൾ. അന്ധവിശ്വാസം, അല്പവിശ്വാസം, അവിശ്വാസം എല്ലാം കിടക്കുന്നതുകൊണ്ട് നമ്മൾ പ്രശ്നങ്ങളിലേക്ക് നോക്കുന്ന ഒരു വിശ്വാസം നമ്മൾ കിടക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസത്തിൽ ആഴപ്പെടണോ? സഭയിൽ വിശ്വാസത്തിൽ ആഴപ്പെടണോ? കൂദാശയിൽ വിശ്വാസത്തിൽ ആഴപ്പെടണോ? ദൈവവചനത്തിൽ ഒരു വ്യക്തി ആഴപ്പെടണം. പറഞ്ഞേ ഹല്ലേലൂയ. 3 വർഷം ഞായറാഴ്ച ദിവസം വിശുദ്ധ ബലി അർപ്പിച്ച് വെള്ളിയാമറ്റ ഞാൻ താമസിച്ചിരുന്നേ. അവിടെ യൂണിജിത്ത് നടന്ന സമയത്തും വിശുദ്ധ കുർബാന ഞായറാഴ്ച മുടക്കുകയിലായിരുന്നു. ആ വിശുദ്ധ കുർബാനയുടെ ശക്തിയാണ് എന്നിലൂടെ വിശ്വാസം പകരപ്പെട്ടത്. പറഞ്ഞേ ഹല്ലേലൂയ. അന്ന് ഈശോ പഠിപ്പിച്ച ഒരു സത്യമുണ്ട്. മോനെ, നീ കത്തോലിക്ക സഭയിൽ എത്രമാത്രം വിശ്വാസത്തിൽ ആഴപ്പെടുന്നോ അത്രമാത്രം എന്നിൽ വിശ്വാസത്തിൽ ആഴപ്പെടും. അപ്പോൾ സഭ എന്താണെന്നും സഭയുടെ വിശ്വാസം എന്താണെന്നും സഭയുടെ മഹാത്മ്യം എന്താണെന്നും നീ ആദ്യം പഠിക്കണം. വരുത്തി പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരം വരുത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അവിടെ കത്തോലിക്ക സഭയെ ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞ് മാമോദീസ മുങ്ങി വരുമ്പോൾ കത്തോലിക്ക സഭ എന്താണെന്നും സഭയുടെ വിശ്വാസം എന്താണെന്നും സഭയുടെ മഹാത്മ്യം എന്താണെന്നും നമ്മൾ പഠിച്ചിട്ട് നമ്മൾ തെറ്റുപറ്റും. അതുകൊണ്ടാണ് സഭ വിട്ട് ആൾക്കാർ പോകുന്നതിൻ്റെ കാരണം തെറ്റായ പഠനങ്ങൾ നടക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ ഒരു വചനം വേണമെങ്കിൽ എഴുതി വെച്ചു. 1 തിമോത്തിയോസ് 4:1. ഈ വിദേശത്ത് നിന്നൊക്കെ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഈ വചനം പറയുന്ന, ഞാനൊരു 45 രാജ്യങ്ങൾ എന്നെ അറിയും, ഞാനൊരു രാജ്യത്തും പോയിട്ടില്ല. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ തെറ്റായ പഠനം വരുമ്പോൾ ഇങ്ങനെ പറയും. അപ്പോൾ എന്നോട് പറയും, ബ്രദർ ആ വചനം ഏതാണ്? അവിടെ ഇങ്ങനെയാണ് പറഞ്ഞത്, വരും കാലങ്ങളിൽ ചില കപടാത്മാക്കളും പിശാചിൻ്റെ പ്രബോധനത്തെ ശ്രദ്ധ അർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിന് വ്യതിചരിക്കുന്ന ആത്മാവ് എന്നോട് പറയുന്നു. കണ്ടോ? അത് മനസാക്ഷിയെ കത്തിക്കരിഞ്ഞു പോയ നുണയന്മാരുടെ കാപട്യമാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറ ഹല്ലേലൂയ. കണ്ടോ? വിശ്വാസത്തിന് വ്യതിചലിക്കുന്നു. എന്തോരം മക്കളാണ് വിശ്വാസത്തിൽ വ്യതിചരിക്കുന്നതിനെ? കൂദാശയിൽ നിന്ന് അകന്നു പോകുന്നത്, കുംഭസാരത്തിൽ അകന്നു പോകുന്നത്, വീട്ടിൽ നിന്ന് കുർബാന കണ്ടാൽ മതി. കോവിഡ് വരുന്നതോടുകൂടി നമ്മളിതിൽ കൂടുതൽ ശ്രദ്ധിച്ചില്ല പ്രിയപ്പെട്ടവരെ. ഹെബ്രായർക്കു ലേഖനം 2:1 പറയാ, നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഉറക്കെ പറഞ്ഞേ, നാം കേട്ടിട്ടുള്ള കാര്യങ്ങൾ വ്യതിചലിച്ചു പോകാതെ അതിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ്. കോവിഡിന് മുമ്പ് നമ്മൾ എന്തൊക്കെയാണ് കേട്ടോണ്ടിരുന്നേ? ഒരു ധ്യാനം കൂടുമ്പോൾ എന്തൊക്കെയാണ് കേട്ടോണ്ടിരുന്നേ? മിണ്ടുന്നില്ല. ദൈവസ്നേഹം, വിശ്വാസം, മാനസാന്തരം, പാപബോധം, പശ്ചാത്താപം, വിശുദ്ധ കുർബാന, പരിശുദ്ധ അമ്മ, പരിശുദ്ധാത്മാവ്, ഇതിലെല്ലാം നമ്മൾ വ്യതിചലിക്കുക. പരിധിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതിൽ കൂടുതൽ ശ്രദ്ധിക്കണം, കൂടുതൽ ആഴപ്പെടണം. ഇവിടെ ഈ കോവിഡ് കാലത്താണ് കൂടുതൽ വചനം പഠിക്കുകയും വചനം ഹൃദയത്തിൽ സൂക്ഷിച്ച് ഓൺലൈൻ വഴി ശുശ്രൂഷ ചെയ്യുകയും ചെയ്തത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അന്ന് വിശുദ്ധ കുർബാന നമുക്ക് ഈ ഓൺലൈനിൽ ഉള്ളൂ. ഞായറാഴ്ച ദിവസം ഞാനും എൻ്റെ ഭാര്യ ഞങ്ങൾ രണ്ടുപേരും വീട്ടിലുള്ളൂ. ഞങ്ങൾ കഥ കടച്ചിടും. ഞങ്ങളൊക്കെ ഞായറാഴ്ച ആചരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണതയിൽ ആചരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഒരു കാരണവശാലും ഞായറാഴ്ച ഒരു വിലക്കപ്പെട്ട വേലകൾ ചെയ്യുകയോ ഒരു പരിപാടിയും ചെയ്യുന്ന ആളല്ല. എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിൽ, ഞാൻ വേറെ ഒന്നും പറഞ്ഞു, എൻ്റെ ഭാര്യ ഞായറാഴ്ച ചേച്ചിമാരെ തുണി പോലും കഴുകുകയില്ല വീട്ടിൽ. അതുകൊണ്ട് നിങ്ങൾ ഓർത്തോണം, ദൈവത്തിൻ്റെ കൽപ്പനകളും വചനങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന, വിശുദ്ധ കുർബാന അർപ്പിച്ച് മാസത്തിലൊന്ന് കുമ്പസാരിച്ച് കുടുംബ പ്രാർത്ഥനയുള്ളൊരു വ്യക്തി അവൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവനുള്ളതെല്ലാം വീട്ടിൽ കർത്താവ് കൊടുക്കും. പരത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മൾ നന്നായി പാലിക്കണം. യോഹന്നാൻ 14:15 അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, എന്നെ സ്നേഹിക്കുന്നവൻ പറഞ്ഞ് എൻ്റെ കൽപ്പനകൾ പാലിക്കും. അത് കൽപ്പനകൾ വെറുതെ നമ്മൾ പാലിച്ചോണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഒരു ആദ്യ കുർബാന സ്വീകരിക്കുമ്പോൾ ശരിക്കും 10 പ്രമാണം പഠിക്കാതെ നമുക്ക് ആദ്യ കുർബാന സ്വീകരിക്കാൻ പറ്റുമോ? കൊച്ചിനെ പഠിപ്പിക്കും, സിസ്റ്റർമാർ പഠിപ്പിക്കും. ഇപ്പോൾ എന്നെ പഠിപ്പിച്ചത് സിസ്റ്റർ രാമപുരം മഠത്തിലുണ്ട്, 85 വയസ്സുണ്ട്, കണ്ണിന് കാഴ്ചക്കുറവാണ്. അന്ന് ഞാൻ എന്നെ പഠിപ്പിച്ചപ്പോൾ 27 വർഷം ഓർക്കുക. തോമസേ, ഞായറാഴ്ച മുഴുവൻ കുർബാനയിൽ പങ്കെടുത്തില്ലെങ്കിൽ പറഞ്ഞു കുമ്പസാരിക്കേണ്ട പാപമാണ്. അന്ന് മുതൽ ഇന്ന് വരെയും നിങ്ങൾ ഓർത്തോണം, ഒരു കാരണവശാലും ആ സിസ്റ്റർ പറഞ്ഞ് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്, വിശുദ്ധ കുർബാന സർവാധിപനം കർത്താവെന്ന് പറഞ്ഞ് ഞാൻ പോകാറില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഞായറാഴ്ച ആചരണം നോക്കിക്കോ, നമ്മൾ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ കരങ്ങൾ പാപമംഗലമാണ്. നമ്മളെ ഒട്ടുമിക്ക കൽപ്പനകൾ ലംഘിച്ചിട്ടായിരിക്കും ഈ ദൈവത്തെ വിളിക്കുന്നത്. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ കൽപ്പനകൾ സൂക്ഷ്മമായി പാലിച്ചിട്ട് ദൈവത്തിന്റെ വചനം അതിന്റെ പൂർണ്ണതയിൽ പാലിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് അനുഗ്രഹം വരും. യോഹന്നാൻ 14:23 എന്നെ സ്നേഹിക്കുന്നവൻ ഉറക്കെ പറ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. കണ്ടോ? അപ്പൊ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, സർവ്വശക്തിയോടെ യേശുവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ, ഭാര്യയും മക്കളൊന്നുമല്ല, സമ്പത്തിനെയും വസ്തുക്കളൊന്നുമല്ല, പണത്തിനെയും
അപ്പോൾ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ രണ്ടുപേരും കൂടി വന്ന് അവന് വാസമുറപ്പിക്കുകയും ചെയ്യും. അതാണ് വചനാധിഷ്ഠമായ ജീവിതം. അവൻ പതറത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ. പറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് 4 ലക്ഷം രൂപ കടമുള്ള ഒരു മനുഷ്യനാണ്. ബാങ്ക് ബാലൻസ് വരുമാനമൊന്നുമില്ല, കാണാനും പാടില്ല. കഴിഞ്ഞ ദിവസം 120ഓളം പേരെ അസിസിയിൽ ഞാൻ സുലം അച്ഛനൊക്കെ കൂടി ധ്യാനിപ്പിച്ചു, ഫീസില്ലാതെ. ഒരു മനുഷ്യരോട് ഫീസ് മേടിക്കാൻ. ഇവിടെ 900 രൂപ വേണം ഫീസ്. 120 ധ്യാനം കഴിഞ്ഞപ്പോൾ 10,000 രൂപ ബാലൻസ് വന്നു. അപ്പോൾ 10,000 രൂപ ഞാൻ സെൻറ്റർ കൊടുത്തിട്ട് പോയി. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, രവി അത് അടുത്ത ധ്യാനം ഇനി നടക്കൂല, നവംബർ മാസത്തിൽ 14, 15, 16 അതിന് വെച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ വെക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനാന്ന് ചോദിച്ചു, ഇത് ദൈവപരവാനെ അതവിടെ കൂട്ടി വെക്കാൻ പാടില്ല. മത്തായി 6:26 അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു എന്നാ പറഞ്ഞാലും അതിനെ പറയൂലേ. ആകാശത്തിലെ പക്ഷികളെ നോക്ക്, വിതയ്ക്കുന്നില്ല, അത് കൊയ്യുന്നില്ല, അത് കളപ്പറകൾ ശേഖരിക്കുന്നില്ല, അതിനെ സ്വർഗസ്ഥനായ പിതാവ് തീറ്റിപ്പോറ്റുന്നു. അതിനേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ചങ്ങനാശ്ശേരി രൂപതയിൽ തിരുവനന്തപുരം അമലാധ്യാനമത്തിൽ ഞാൻ പിണിങ്ങാന്ന് പോയി. ഞങ്ങൾ 3 പേര് പോയിട്ട് വന്നു. അടുത്ത അച്ഛൻ ചോദിച്ചു, ജോഷി അച്ഛൻ ഇവിടെ ഒരു ധ്യാനമൊന്നും നടത്തിത്തരാം. പൈസയൊന്നുമില്ല, ഫ്രീയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അച്ഛൻ്റെ പോയി പ്രാർത്ഥിച്ചിട്ട് വന്നു. ഡിസംബർ 1, 2, 3, 4 കൊടുത്തു. എൻ്റെ ഒന്നുമില്ല. പാട്ടുകാരനൊക്കെ ടീമായിട്ട് പോവാണ് വണ്ടിയിൽ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അവിടെ ചെല്ലുമ്പോൾ കർത്താവ് തരും. അതാണ് പ്രത്യേകത. അതാണ് ദൈവാശ്രയ ബോധം. വരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. മത്തായി ദിവസം 10-ാം അധ്യായം 8-ാം വാക്യം, ദാനമായി കിട്ടിയത് ദാനമായി കൊടുക്കും. 30 വർഷം മുമ്പ് ഒരു വചനത്തിലൂടെ എന്നെ പിടിച്ചെടുത്താണ് പ്രിയപ്പെട്ട ഒരു കർത്താവ്. അപ്പോൾ ഞാൻ ധ്യാനമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എവിടെ വിളിച്ചാലും. ഇന്ന് സത്യത്തിൽ ഇവിടെ വിളിച്ചപ്പോൾ സുനിബ്രത വിളിച്ച് പറഞ്ഞപ്പോൾ അവിടെ ധ്യാനമുണ്ട് 9 മണി രാത്രി 8 മണി വരെ. ഞാൻ പോകാം. കാരണം അത് എപ്പോഴും റെഡി ആയിരിക്കണം, ഏത് സമയത്തും. അവിടെ ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, എനിക്ക് നടക്കാൻ പറ്റിയില്ല, ഇന്നലെ എനിക്ക് ക്ഷീണമാണെന്ന് പറഞ്ഞിട്ട് പ്രവാചകനെ ഇരിക്കാൻ പറ്റത്തില്ല. പ്രവാചകനെ ദൈവം തിരഞ്ഞെടുക്കുന്നത്, ഒരു ശുശ്രൂഷകനെ ദൈവം തിരഞ്ഞെടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ദൈവജനത്തിൻ്റെ നിലവിളി സ്വർഗത്തിലെക്കുമ്പോഴാണ് പ്രവാചകന്മാരെ ദൈവം തിരഞ്ഞെടുക്കുന്നത്. വരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരെ ദൈവം തിരഞ്ഞെടുക്കുന്നത് ദൈവജനത്തിൻ്റെ കണ്ണുനീരൊപ്പാൻ വേണ്ടിയാണ്. കണ്ണുനീരിന് വില സ്വർഗത്തിലേക്കുമ്പോൾ മോശയെ ദൈവം തിരഞ്ഞെടുത്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ ജനത്തിൻ്റെ നിലവിളി സ്വർഗത്തിലേക്ക് പോകും. വിക്കനായിരിക്കുന്ന മോശയെ ദൈവം ഇസ്രായേൽ ജനത്തിനെ നയിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തു. ദൈവവചനം പഠിപ്പിച്ച മക്കളൊന്നും മാതാപിതാക്കളെ അനുസരിക്കാതെ പോകത്തില്ല. അവർക്ക് ദൈവഭയം ഉണ്ടാവും. പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് കർത്താവ്. കണ്ടോ, വചനം പഠിപ്പിക്കുന്നത് കണ്ടോ. കർത്താവിനെ സ്നേഹിക്കുന്നതിന് അവിടെ വചനം ധിക്കരിക്കുകയില്ല. അതുകൊണ്ട് യെശയ്യാ പ്രവാചകൻ 1:19 അനുസരിക്കാൻ സന്നദ്ധമെങ്കിൽ പറ ഐശ്വര്യം കാണും. എന്താണ് അനുസരിക്കേണ്ടത്? ദൈവവചനത്തെ അനുസരിക്കണം, ഭയപ്പെടണം, ബഹുമാനിക്കണം. ഞാൻ ഒത്തിരി ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനാണ്. കഴിഞ്ഞ 30 വർഷത്തിന് മുമ്പ് എൻ്റെ അത്ഭുതം പറഞ്ഞു. ഞാൻ ഒരിക്കലും അത്ഭുതങ്ങളുടെ അടയാളങ്ങൾ പിന്നെ പോയ ആളല്ല. പ്രാർത്ഥിച്ച് എൻ്റെ ഇടവകയിൽ തന്നെ 110ഓളം പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. 24ഓളം കല്യാണം നടന്നിട്ടുണ്ട്. മാരകമായ ക്യാൻസർ രോഗം, യൂട്രസിൻ്റെ മുഴ, എത്രയോ പേരുടെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് സുഖപ്പെട്ടിട്ടുണ്ടെന്നറിയോ? പറഞ്ഞേ ഹല്ലേലൂയ. വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. പക്ഷെ നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നില്ല. വചനം കടന്നു ചെല്ലുമ്പോൾ എവിടെ കടന്നു ചെല്ലും. കഴിഞ്ഞ ദിവസം എരുമേലിയിൽ ഒരു ചേച്ചി വിളിച്ച് പറയാം, 25 വർഷമായിട്ട് എൻ്റെ കുടുംബത്തിൽ ഭയങ്കര ബന്ധനമാണ് ബ്രദറെ. പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥന. കാരണം കൊന്ത ചൊല്ലും, കുരിശിൻ്റെ വഴി ചൊല്ലും, എല്ലാം ചൊല്ലും. പക്ഷേ ഭർത്താവ് ഒരിക്കലും വീട്ടിൽ വന്ന് കൂടുതൽ ഇരിക്കുകയില്ല, ഒരു പരിപാടിയില്ല 25 വർഷമായിട്ട്. ആ ചേച്ചി ഇങ്ങനെ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ബൈബിൾ എടുത്തിട്ട് ഏതെല്ലാം റോമിൽ കൂടെ നടന്നുകൊണ്ട് പറയണം. മത്തായി 18:18 ഭൂമി കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെടും എന്ന് പറഞ്ഞേ. ഭൂമിയിൽ അടിക്കുന്നതെല്ലാം സ്വർഗത്തിലും അടിക്കപ്പെടും. ഞാൻ പറഞ്ഞു, ചേച്ചി ബൈബിൾ എടുക്കണം. അത് പേപ്പറിൽ എഴുതി വെച്ചിട്ട് കാര്യമില്ല. ഇത് പേപ്പറിൽ എഴുതി വെച്ചാൽ അവിടെ ഇരിക്കുമല്ലാതെ ഒരു കാര്യമില്ല. വചനമെടുത്ത് വായിക്കണം. വചനം ദൈവത്തിൻ്റെ ശക്തിയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിൻ്റെ ശക്തി മുഴുവൻ അടങ്ങിയിരിക്കുന്നത് ബൈബിളിലാണ്. നിങ്ങൾക്കൊരു ഉറക്കക്കുറവ് വരുമ്പോൾ നിങ്ങൾ വെറുതെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഈ ബൈബിൾ ഇങ്ങനെ എടുത്ത് ചുമ്മാ തുറന്ന് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട്, കർത്താവെ ഈ വചനത്തിലൂടെ എൻ്റെ ഉറക്കം മാറ്റണമേ എന്നൊന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ച് നോക്കി. അപ്പം തന്നെ ഇതിൻ്റെ ശക്തി ശരീരത്തേക്ക് പാസ് ചെയ്യും. റോമ 1:16 വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും രക്ഷയിലേക്ക് ആനയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് സുവിശേഷം. വരുത്തി കൊടുത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി മുഴുവൻ അടങ്ങിയിരിക്കുന്ന എവിടെയാണ്? ദൈവവചനത്തിലാണ്. അതുകൊണ്ടാണ് ദൈവവചനത്തെ ആദരിക്കണം, ബഹുമാനിക്കണം, ഭയപ്പെടണം. ഇതിൽ നിന്ന് തന്നെ വചനം പറഞ്ഞു കൊടുത്ത് ജോലി കിട്ടിയ ഒരു മനുഷ്യനാണ് എനിക്ക് വണ്ടി എടുത്ത് തന്നിരിക്കുന്നത്. ഈ വണ്ടി കയറുമ്പം ഇടത് സൈഡിൽ ഈ ബൈബിൾ വെക്കും. എൻ്റെ ഭാര്യ മേരി അവിടെ കയറിയിരിക്കണമെങ്കിൽ ഇതെടുത്ത് മടി വെക്കണം, അല്ലെങ്കിൽ ഭാര്യനെ ഞാൻ അവിടെ ഇരുത്തൂല.
അത്രമാത്രം ഞാൻ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനാണ്. അതിൻ്റെ കാരണം എന്താ? സുഭാഷിതം 16:20 എഴുതി വെച്ചു. സുഭാഷിതം 16:20 ആ വചനം വന്ന് എല്ലാവരും ഏറ്റു പറയാമോ? ദൈവവചനം ആദരിക്കുന്നവൻ. ഒച്ച തീർന്നു പോയോ? ക്ലാസ് തീരാൻ പോവുക. പെട്ടെന്ന് പറഞ്ഞു, പെട്ടെന്ന് കിട്ടുന്ന പറയുമ്പോൾ പെട്ടെന്ന് എഴുതിക്കണം. ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷം നേടും. എന്താണ് ഉത്കർഷം? ഒരു വ്യക്തിക്ക്, ഒരു മകന്, ഒരു മകൾക്ക് ദൈവവചനത്തോട് ആദരവുണ്ടാകുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ നന്മ നേടുമെന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണ്. വീണ്ടും ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 8 വാക്യം. എൻ്റെ 2 മക്കളോടും ചോദിച്ചാൽ കാണാപ്പാടമാണ് ഈ വചനം. ന്യായപ്രമാണ ഗ്രന്ഥങ്ങളെല്ലാം നിൻ്റെ അതരത്തിലുണ്ടായിരിക്കണം. ഉറക്കെ പറ. അപ്പം അതരത്തിലുണ്ടാകുന്നത് പരദൂഷണ ഏഷണി നുണയല്ല. എന്താ ഉണ്ടാകണ്ടേ? അതില്ല നമ്മളിൽ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ ശ്രദ്ധിക്കണം. പറ. ഏതില്? അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. പറ. അപ്പോൾ 2 അനുഗ്രഹങ്ങൾ വരുവാണേ. അപ്പോൾ നീ അപൂർത്തി വരികയും, പറ, വിജയം വരികയും ചെയ്യും. അപ്പം നമുക്ക് അപൂർത്തി ഉണ്ടാകും. 2 ജീവിതത്തിൽ എന്തുണ്ടാകും? വിജയം ഉണ്ടാകും. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് അപൂർത്തിയും വിജയവും ഇല്ലാത്തതിൻ്റെ കാരണം എന്താ? ദൈവവചനം വേണ്ടത്ര വിധം നമ്മൾ ആദരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, ഭയപ്പെടുന്നില്ല. വലതുകൂടി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ഇന്നു മുതൽ എന്ത് ചെയ്യണം? ദൈവവചനത്തെ ആദരിക്കണം, ബഹുമാനിക്കണം, ഭയപ്പെടണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്നിട്ട് വചനം പഠിപ്പിക്കുകയാണ്. നിയമാവർത്തനം 6:6 ഉറക്കെന്ന് പറയാവോ? ഞാനെന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലുണ്ടായിരിക്കണം. അടുത്ത പറയാണ്, അത് ജാഗരൂകതയോടെ മക്കളെ പഠിപ്പിക്കണം. എന്തുകൊണ്ടാണ് ചേട്ടന്മാരെ, ചേച്ചിമാരെ, നമ്മളൊക്കെ മാതാപിതാക്കൾ പറയുമ്പോൾ മക്കൾ അനുസരണക്കേട് കാണിക്കണേ? മക്കൾക്ക് കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ല. മക്കൾക്ക് കൊടുത്തു ട്യൂഷനും അമിതമായ വിദ്യാഭ്യാസം കൊടുക്കേണ്ടെന്നല്ല ഞാൻ പറയണത്. കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ മോള് 10ാം ക്ലാസ് കഴിയുമ്പോൾ ഒന്ന് ധ്യാനം കൂടും, +1 വന്ന് കഴിയുമ്പോൾ ധ്യാനം കൂടും, +2 കഴിഞ്ഞ് ധ്യാനം കൂടും. ഓരോ കോഴ്സ് എടുക്കുന്നതിന് മുമ്പ് വന്ന ധ്യാനം കൂടി ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഒരു പരിപാടിയും ചെയ്തേക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് വരെ എൻ്റെ മോൻ 32 വയസ്സ് കഴിഞ്ഞു. എന്നോട് പപ്പ അങ്ങ് മാറി നിൽക്കാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ മോള് മാറി നിൽക്കാൻ പറഞ്ഞിട്ടില്ല. അവരെന്ത് ചെയ്യുമ്പോഴും ആദ്യം വിളിക്കുന്നത് പപ്പയൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. 2 ലക്ഷം രൂപ ശമ്പളത്തിൽ മാൾട്ടായിൽ ഒരിക്കലും അക്കൗണ്ടൻ്റായിട്ട് ജോലിക്ക് വരാൻ സാധ്യതയില്ല. 25,000 രൂപ ശമ്പളത്തിൽ ജോലി വന്നപ്പോൾ ആ ജോലി വേണ്ട എന്ന് പറഞ്ഞു. ഞാനവിടെ പറഞ്ഞു, ഞായറാഴ്ച പണി ചെയ്ത് 1 രൂപ ഞാനുള്ളപ്പോൾ ഈ വീട്ടിൽ കൊണ്ടുവന്നേക്കുന്നത് വിശുദ്ധിയുടെ പൈസയല്ല എന്ന് പറഞ്ഞാൽ ഇമ്പോർക്കൽ അക്കൗണ്ടൻ്റായിട്ട് 25,000 രൂപ ശമ്പളത്തിൽ ജോലി വന്നപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം അവന് 2 ലക്ഷം രൂപ ശമ്പളത്തിൽ ഇപ്പം മാൾട്ടായി കർത്താവിന് ജോലി കൊടുത്തു. പറഞ്ഞേ ഹല്ലേലൂയ. അവിടെ ഒരു ചെറിയ കാര്യം, വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ, ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ മകനെ പഠിപ്പിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് അപൂർത്തി കടന്നു വരുന്നുണ്ടോ? വരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, പപ്പയൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയാൽ ദൈവഗീതമാണോ ഒന്ന്. 2 ലക്ഷം രൂപ ശമ്പളത്തിൽ വരുമ്പോൾ ജോലി വിടുമ്പോൾ ഒരു മകനോട് പറയേണ്ട ആവശ്യമില്ലോ? അവൻ എന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞു 3 ദിവസം പ്രാർത്ഥിച്ചു നോക്കാം. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കർത്താവ് പറഞ്ഞു, എടാ നിനക്ക് തരുന്നതാ, നീ കുർബാന അർപ്പിക്കാൻ വേണ്ടി 25,000 ശമ്പളത്തിൽ ജോലി ചെയ്യാൻ പറ്റും. ഒരു സായിപ്പ് അവനെ വിളിച്ച് ഒരു കമ്പനിയിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി കൊടുത്ത് 2 ലക്ഷം രൂപ ശമ്പളത്തിൽ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇന്നൊക്കെ മക്കൾ ധിക്കാരം കാണിക്കുന്ന ദൈവഭയമില്ല. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയുടെ പിതാവായിരിക്കുന്ന ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത്, ഇന്ന് മനുഷ്യൻ പാപം ചെയ്യുന്നതിൻ്റെ കാരണം മനുഷ്യന് ദൈവഭയം നഷ്ടപ്പെട്ടു പോയി. മനുഷ്യനെന്ത് നഷ്ടപ്പെട്ടു പോയി? അതാ സങ്കീർത്തനം 119:11. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. പലതിരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. 119 സങ്കീർത്തനം 130. അങ്ങയുടെ വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പിറക്കുന്നു, അത് എളിയവർക്ക് അറിവ് പകരുന്നു. ആർക്കറിവ് പകരുന്നേ? അവർക്ക് പറ. ദൈവവചനത്തിൻ്റെ മുമ്പിൽ ആരെല്ലാം എളിമപ്പെട്ട് നിൽക്കുന്നോ അവർക്കിത് അറിവാണ്. സുഭാഷിതം 9:10 എഴുതിക്കൂ. സുഭാഷിതം 9:10. ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം എന്ന് പറഞ്ഞ് ഉറക്കെ പറ. പരിശുദ്ധനായവനെ അറിയുക എന്നതാണ് അറിവ്. ഇപ്പം എന്താണ് അറിവ്? ചിലരൊക്കെ പറഞ്ഞ് ദൈവത്തോട് ഭക്തി കൂടിയാൽ വട്ടുപിടിക്കുന്ന വചനം പഠിപ്പിക്കുകയാണ്. ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം, പരിശുദ്ധനായവനെ അറിയുക എന്നതാണ് അറിവ്. നമുക്ക് ഒത്തിരി അറിവുണ്ട് പ്രിയപ്പെട്ടവരെ, പക്ഷേ അറിയേണ്ടത് എന്ത് ചെയ്തിട്ടില്ല? ഉണ്ടെന്നില്ല.
അറിഞ്ഞിട്ടില്ല. 1 കൊരിന്ത്യർ 8:2 അറിവുണ്ടെന്ന് ഭവിക്കുന്നവൻ പറ അറിയേണ്ടത് അറിയുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ തെറ്റുപറ്റുന്നതിന് കാരണം എന്താ? മർക്കോസ് 12:24 വിശുദ്ധ ലിഖിതങ്ങളോ പറ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാൻ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. മനുഷ്യർ ഒത്തിരി സങ്കീർണ പ്രശ്നങ്ങളിലാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അവരൊക്കെ പറ കോവിഡ് കഴിഞ്ഞോടുകൂടി ഭയങ്കര സങ്കീർണ പ്രശ്നങ്ങളായി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കാരണം എന്താ? സഭാപ്രസംഗങ്ങൾ 7:29 മനുഷ്യൻ്റെ സങ്കീർണ പ്രശ്നങ്ങളെല്ലാം പറ അവൻ്റെ തന്നെ സൃഷ്ടിയാണ്. മനുഷ്യൻ്റെ സങ്കീർണ പ്രശ്നങ്ങളെല്ലാം എന്താണ്? അവർക്ക് പറഞ്ഞേ വലതുകൂടി പറഞ്ഞേ ഹല്ലേലൂയ. ദൈവവചനം ശരിയായ രീതി അറിയുന്ന ഒരു വ്യക്തി അവൻ എന്തു വരുമ്പോഴും ആദ്യം ആരോട് ആലോചന ചോദിക്കും? ദൈവത്തോട് ആലോചന ചോദിച്ചു. എൻ്റെ 2 കുട്ടികളും കല്യാണം വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ഞാൻ നടത്തി കൊടുക്കാമെന്നല്ല പറഞ്ഞു. കാഞ്ഞിരപ്പള്ളിയിലാണ് എൻ്റെ മോളെ കെട്ടിച്ചേക്കുന്നത്. 2 കുടുംബത്തിനും വൈദികരുണ്ട്. ഇളയപ്പെണ്ണ് കിട്ടുന്ന 3 വൈദികരാണ് മോൻ കെട്ടിയേക്കുന്നത്. ഒരിക്കലും അങ്ങനെ കിട്ടത്തില്ല. കാരണം ഞാനൊരു ഈഴവ സമുദായത്തിൽ വന്നതായതുകൊണ്ട് പാരമ്പര്യം നോക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അവരൊക്കെ പറ ശക്തിയോടെ പറഞ്ഞേ. അപ്പം ഞാനവിടെ ചെന്നു അവരോട് പറഞ്ഞു ഞായറാഴ്ച പെണ്ണ് കാണാൻ വരട്ടെ. ഞാൻ പറഞ്ഞു ഞായറാഴ്ച ഇവിടെ പെണ്ണ് കാണിച്ചില്ല. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിക്കാരാ. ഞാൻ പറഞ്ഞു നിങ്ങൾ കാഞ്ഞിരപ്പള്ളിക്കാരാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പെണ്ണിൻ്റെ അപ്പനോട് പറഞ്ഞു ഗലാത്യ 1:10 ഞാനിപ്പം മനുഷ്യൻ്റെ പ്രീതിയാണോ അത് ദൈവത്തിൻ്റെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്? മനുഷ്യനെ പ്രീതിപ്പെടുത്താൻ എത്തിക്കാൻ നീ ക്രിസ്തുവിൻ്റെ ദാസനാകിയല്ല. ക്രിസ്തുവിൻ്റെ പ്രവാചകൻ മനുഷ്യൻ്റെ കയ്യടി മേടിക്കാനോ മനുഷ്യനെ പ്രീതിപ്പെടുത്താനോ ചെയ്യേണ്ടവനല്ല, അവൻ ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടവനാണ്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു തിങ്കളാഴ്ച കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു തിങ്കളാഴ്ച കുഴപ്പമില്ല. തിങ്കളാഴ്ച വന്നു, പെണ്ണ് കണ്ടു. എൻ്റെ കയ്യിലാണെങ്കിൽ 5 പൈസയില്ല. ഞാൻ പറഞ്ഞു 6 മാസത്തെ അവധി തരണം. എന്തിനാണെന്നറിയാവോ? ഇത് ദൈവഗീതമാണോ എന്ന് അറിയണ്ടേ. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ചെറുക്കൻ്റെ വീട്ടിൽ ചെന്നു. ചെറുക്കൻ്റെ പേര് ഡെന്നീസ്, ഇവളുടെ പേര് അൽഫോൺസ. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യം. ദൈവമായ കർത്താവ് അരുളിച്ചു ചെന്നു മനുഷ്യനേകനായി നന്നല്ല അവന് ചേർന്ന എണ്ണ നൽകും. അടുത്ത വായന വന്നതോടുകൂടി അവർ ഞെട്ടി. അപ്പോൾ അവർ പറഞ്ഞു ചേർന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണല്ലോ. പറഞ്ഞേ ഹല്ലേലൂയ. അവർ പറഞ്ഞു പ്രാർത്ഥിക്കുന്ന നല്ലൊരു എൻ്റെ സാലോൻ ടിവിയിൽ ഒരു പ്രോഗ്രാം കണ്ടിട്ട് വിളിച്ചതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ 2-ാമത്തെ വചനം ഇതാണ്, ലൂക്ക 22:42 പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ, എൻ്റെ ഗീതമല്ല അങ്ങയുടെ. അപ്പോൾ അവരോട് ചോദിച്ചു അതിനാ പ്രാർത്ഥനയാണ്. ഞാൻ പറഞ്ഞു ഇത് ദൈവഗീതമാണെങ്കിലേ നടക്കാവുള്ളൂ. അതിന് വേണ്ടിയാണ് 6 മാസത്തെ. 2-ാമത് എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിന് പറഞ്ഞു 6 മാസത്തെ അവധി പ്രാർത്ഥിച്ച് നന്നായിട്ട് കൊച്ചിനെ ഒരുക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾ പറയട്ടെ, ഒരു അപ്പനെന്ന നിലയിൽ ആ കൊച്ചിൻ്റെ കഴുത്തിലേക്ക് 1 പവൻ്റെ മാല ഇട്ട് കൊടുക്കാത്ത അപ്പനാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കണേ. ഞാൻ കൊച്ചിന് പറഞ്ഞു കൊച്ചേ നിൻ്റെ അപ്പൻ ഞാനല്ല, നിൻ്റെ അപ്പനാരാണ്? അവളോട് പറഞ്ഞു സങ്കീർത്തനം 127:3 മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരബലം സമ്മാനമാണ്. നിന്റെ അപ്പൻ ഞാനല്ല, സ്വർഗത്തിലിരിക്കുന്ന അപ്പനാണ്. ആ അപ്പനെയാണ് നിന്റെ അപ്പം പ്രഘോഷിക്കുന്നത്. അപ്പം നിന്നെ കെട്ടിച്ചു വിടേണ്ട കടമ ആരുടെയാണ്? പറ. കാരണം 1,04,000 വാർഷിക വരം കിട്ടുന്നത് യൂണിയൻ ചെത്ത് രാജിവെച്ച് ആ ജോലി കൊടുത്ത 1,00,000 രൂപ കിട്ടുമായിരുന്നു 99. എന്നിട്ടാണ് സുവിശേഷം പ്രവർത്തിക്കുന്നത്. വലുതി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അവളൊരു 5 പവൻ സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ 2016 കല്യാണം നടക്കുന്നത്. മെയ് മാസം 17-ാം തീയതി. ഞാൻ കർത്താവ് ഒരു 10 പവനെങ്കിലും കൊടുത്തേക്കണം, കാരണം എനിക്ക് നാണക്കേട് വരുത്തരുത്. അവരൊന്നും ചോദിച്ചില്ല. നിങ്ങൾ നോക്കണം 15 പവനും 2,00,000 രൂപ കൊടുത്ത് കർത്താവ് കെട്ടിച്ചു വിട്ടു. കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ എൻ്റെ പോക്കറ്റ് ഒരു 10,000 രൂപ ബാലൻസ് വന്നു. ഞാനത് പഠിക്കാൻ നിർത്തിയിട്ട് ഒരു കൊച്ചിനെ കൊടുത്തു പറഞ്ഞു ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഞാൻ കണ്ടു അവൾ കരയാണെന്ന്. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി നോക്കിക്കോണം. എൻ്റെ മോളനെ കണ്ടു പപ്പയുടെയൊക്കെ പ്രാർത്ഥന എന്നാ പ്രാർത്ഥനയാണ്? ഞാൻ ചെന്നടി പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ഡെന്നീസ് ചേട്ടായുടെ പ്രാർത്ഥന കേൾക്കണം. ഞാൻ ചെന്നടി മരുമകൻ്റെ 6:50 കർത്താവിൻ്റെ മാലാക. സാധാരണ 6:50 ആരും കർത്താവിൻ്റെ മാലാക പറ. 7 മണിക്ക് കൊന്ത സ്തുതി ആരാധന, 8 മണി വരെ പറ സ്തുതി ആരാധന. അപ്പം പ്രാർത്ഥിക്കുന്ന ഒരു പയ്യനെ കിട്ടിയോ? മദ്യപാനമില്ല, പുകവലിയില്ല, ചീട്ടുകളിയില്ല, അപ്പനെ നോക്കും, 2 മക്കളെ പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടു. അപ്പം നല്ലൊരു പയ്യനെ കിട്ടിയോ? മിണ്ടുന്നില്ല. ഉറക്കെ പറ. പക്ഷെ അവരോട് ഞാൻ പറഞ്ഞു ഞായറാഴ്ച ഉറപ്പീരോ ഒത്തുകല്യാണോ ഒരു പരിപാടിയും ഇവിടെ നടക്കത്തില്ല. വലത്തി പറഞ്ഞേ ഹല്ലേലൂയ. 2 കല്യാണത്തിനും പറഞ്ഞു, മുൻകൂട്ടി ചെന്ന് പറഞ്ഞു 6 മാസം പ്രാർത്ഥിച്ചു. ഇങ്ങനെ ഉടനെ തന്നെ പോകണമെങ്കിൽ കണ്ടപ്പോൾ അങ്ങനെ കെട്ടിച്ച് കൊടുത്താൽ പ്രശ്നമാണെന്നറിയാമോ? 6 മാസം കഴിയുമ്പോൾ അത് ഡിവോഴ്സ് ആകാൻ സാധ്യതയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ഇന്നലെ ഒരു കൊച്ചനെ പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയാം 3 മാസമായുള്ളൂ മൂവാറ്റുപുഴയിൽ നിന്ന് അവൾ ഡിവോഴ്സ് കൊടുക്കാൻ വേണ്ടി നിൽക്കുവാണ്. 3 മാസമായുള്ളൂ, 3 മാസം. അതിന് കാണാതറിയോ? ഇത് ദൈവഗീതമാണോ എന്ന് ദൈവത്തോട് ചോദിക്കത്തില്ല.
ദൈവത്തിൻ്റെ ഇഷ്ടമാണോ അല്ലെങ്കിൽ ദൈവം ചേർത്തതാണോ എന്ന് നമ്മൾ ചോദിക്കാറില്ല. അങ്ങനെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ ദൈവവചനം ഉണ്ടാകുമ്പോൾ ഈശോ പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. പരിധി പറഞ്ഞേ ഹല്ലേലൂയാ. ഈശോയുടെ ഇഷ്ടം നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങും. 1 യോഹന്നാൻ 5:14 അവൻ്റെ ഇഷ്ടത്തിന് അനുസൃതമായി നാം എന്തെങ്കിലും ചോദിച്ചാൽ നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ചു എന്നുള്ള അവനിലുള്ള ഉറപ്പ്, നമ്മുടെ അപേക്ഷ സ്വീകരിക്കും നമുക്കറിയാമെങ്കിൽ ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞു. എൻ്റെ സ്വന്തം ഇടവകയിൽ ഞാൻ 20 വർഷമുണ്ടായിരുന്നു. എൻ്റെ മഹിമ പറയാൻ വേണ്ടിയല്ല. എനിക്ക് കിട്ടിയ വിശ്വാസം കുടുംബത്തിൽ നിറഞ്ഞു, സമൂഹത്തിൽ നിറഞ്ഞു, സഭയിൽ നിന്ന്. നിങ്ങൾ വെള്ളിയാമറ്റ ഇടവകയിൽ പോയി നോക്കിയോ. 2024 ആയപ്പം ഞാനവിടെ 7 വർഷം മുമ്പ് പോരുന്നതിന് മുമ്പ് 23ഓളം പേര് മാമോദീസ സ്വീകരിച്ച് സഭയിലേക്ക് വന്നു. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ശത്രു പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടൊരു വചനം നമ്മുടെ ഹൃദയത്തിൽ, ഒരു പശു പുല്ല് തിന്നുവാണെങ്കിൽ എന്ത് ചെയ്യും? വൈകിട്ട് അയവിറക്കും. നിങ്ങൾ കേട്ട വചനം എന്ത് ചെയ്യണം? പറ, അയവിറക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. അത് നല്ല നിലമാകുന്ന ഹൃദയത്തിൽ. ഇത് നമ്മൾ വെറുതെ ചുമ്മാ ഇത് പേപ്പറിൽ നിന്ന് എഴുതി പഠിച്ചാൽ പഠിക്കത്തില്ല. പരിശുദ്ധാത്മാവ് പഠിപ്പിക്കാതെ ഒരു വചനം നമുക്ക് പഠിക്കാം. കാരണം നമുക്ക് ഭയങ്കര മെമ്മറി, ഓർമ്മക്കുറവുള്ള ആളാണ്. പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാം മറന്നു പോവും അല്ലേ ചേച്ചിമാരെ? മറക്കോ? ചുമ്മാ പറഞ്ഞതാണ്, ഒരു മറവിയില്ല. പറഞ്ഞേ, നീ കുണം പിടിക്കത്തില്ലെന്ന് അപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എവിടെ വെച്ച് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, ഏത് സമയത്ത് പറഞ്ഞു, അത് കറക്റ്റായിട്ട് നമ്മൾ ഓർക്കും. നമുക്ക് മറവിയുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയ. 2 കൊരിന്തോസ് 3:3, 2 കൊരിന്തോസ് 3:3. മഷി കൊണ്ടല്ല, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട്, കൽപ്പലകളിലല്ല, മനുഷ്യരുടെ ഹൃദയപ്പലകളിലാണ് വചനം എഴുതപ്പെട്ടത്. പ്രഭാഷകൻ 15:15. മനസ്സ് വെച്ചാൽ, പറഞ്ഞേ, നിനക്ക് ദൈവകൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. മനസ്സ് വെച്ചാൽ വചനം പഠിക്കാൻ സാധിക്കും, വചനം പ്രഘോഷിക്കാൻ പറ്റും, വചനം അനുസരിച്ച് ജീവിക്കാൻ പറ്റും. ഇതിന് മനസ്സ് വെക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വസ്താപൂർവം പ്രവർത്തിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു മലയാള മനോരമ പേപ്പറും മറ്റൊന്നും വായിക്കാറില്ല, ഒരു ന്യൂസ് പേപ്പറും വായിക്കാറില്ല. എനിക്ക് ഒരു വചനം ഒരു പ്രാവശ്യം വായിച്ചാൽ മതി. ഇപ്പം നിങ്ങൾ എഴുതിയിരിക്കുന്ന വചനം ഉറക്കത്തിൽ 3 മണിക്ക് വേണേൽ നമ്പറിൽ വിളിച്ച് ചോദിക്കുക, ബ്രദറെ ഇന്ന വചനത്തിൻ്റെ കൊട്ടേഷൻ എന്നാന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ട് പറയും. ഞാൻ ഉറക്കത്തിനും വചനം പറഞ്ഞാൽ എൻ്റെ ഭാര്യ പറയണേ. പറഞ്ഞേ ഹല്ലേലൂയ. വലതുവിധി പറഞ്ഞേ ഹല്ലേലൂയ. കുറേ നാളുകൾക്ക് മുമ്പ് പത്തനംതിട്ടയിൽ നിന്ന് മലങ്കരപ്പള്ളി ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കിടക്കുക. എനിക്ക് 3 മണിക്കാണെങ്കിൽ എഴുന്നേറ്റ് പോകണം. അപ്പം 2:30 കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഒരു കടുങ്കാപ്പി കുടിച്ച് കിടക്കുന്ന സമയത്ത് തൊടുവിടുന്ന ഒരു ചേച്ചി എന്നെ വിളിച്ചു. രവി തോമസ് ബ്രദറാണോ? അതെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാവോ? എനിക്ക് എന്തിനും? അപ്പം ഞാൻ രാത്രി ഫോൺ ഓഫാക്കാറില്ല, എനിക്ക് ഉറക്കം വരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി ബൈബിൾ എടുത്തുകൊണ്ട് പോവാ, ഉറങ്ങാൻ ബൈബിൾ വായനമുണ്ട്. അപ്പോൾ ആ ചേച്ചീനെ പറയാം, ബ്രദർ പ്രാർത്ഥിക്ക്, ഞാൻ കിടന്നുറങ്ങട്ടെ എന്ന്. അപ്പം എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, മനുഷ്യ അവിടെ കിടക്കുക, 3 മണിക്ക് എഴുന്നേറ്റ് പോകേണ്ടതല്ലേ. ഞാൻ പറഞ്ഞു, സാരമില്ലടി, ഈ ചേച്ചീനെ ഉറക്കിയിട്ടേ എന്ന് പറ. പറഞ്ഞേ ഹല്ലേലൂയ. സത്യം പറഞ്ഞു, അങ്ങനെ ചേച്ചിമാർ വിളിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ചേച്ചിക്ക് ഡിപ്രഷനാണ്, മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ചേച്ചി വചനം എടുത്തുകൊണ്ട് വന്ന് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കാം, ചേച്ചിക്ക് ഉറക്കം കിട്ടുമെന്ന് പറഞ്ഞു. ചേച്ചി മനസ്സോട് വചനം എടുത്തുകൊണ്ട് വന്നു. ഞാൻ പറഞ്ഞു, സങ്കീർത്തനം 3:5 എടുക്കുക, അത് ഉറങ്ങാനുള്ള വചനമാണ്. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു എന്ന് പറഞ്ഞേ. ഉറക്കമില്ലാത്തൊരു വായിക്കണം കേട്ടോ, ഡിപ്രഷനുള്ളവർ. ഒന്ന് ഉറക്കെ പറ, ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്ന് എഴുന്നേൽക്കുന്നു. എന്തെന്നാ, ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. എവിടെയാണ്? അല്ലല്ലോ, കട്ടിലേൽ നല്ല ബെഡിലല്ലേ. അപ്പോൾ ഈ ചേച്ചിയോട് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ പോടി കൂടെ പരിശുദ്ധാത്മാവേ ഈ മകളുടെ ഡിപ്രഷൻ എടുത്ത് മാറ്റണമേ, നല്ല ഉറക്കം കൊടുക്കണമേ എന്ന് പറഞ്ഞിങ്ങനെ ഞാനിങ്ങനെ സ്തുതിക്കുക, ചേച്ചിയെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ചേച്ചിയുടെ അനക്കമില്ല, ചേച്ചി ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് ചേട്ടൻ എന്നെ വിളിച്ചു. എന്നോട് ചോദിച്ചു, ബ്രദർ എന്നാ പരിപാടി ചെയ്തേ? ഞാൻ പറഞ്ഞു, ചേച്ചി എഴുന്നേൽക്കുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു, അത് ചേട്ടൻ പേടിക്കണ്ട, എഫേസ്യോസ് 5:14 പറ. അതെന്നാ, ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്നിൽ പ്രകാശിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്ത്യാനി ആയിരിക്കുന്ന ഞാൻ നിങ്ങൾ ഉറങ്ങിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങിക്കിടക്കുന്നവരെ നമുക്ക് എഴുന്നേക്കാൻ പറ്റുമോ? വലതുകൂടി പറഞ്ഞേ ഹല്ലേലൂയ. അത് ഉറക്കം പോകാനുള്ള വചനം. അസിസി ധ്യാനത്തിൽ ഒരു 100-300 പേര് ധ്യാനം വൈകുന്നേരമായപ്പോൾ ഒരു ചേട്ടൻ ഫ്രണ്ടിൽ കയറി ഇങ്ങനെ ഉറങ്ങുക. എനിക്കാണെങ്കിൽ ഫ്രണ്ടിൽ ഇരുന്ന് ഉറങ്ങുമ്പോൾ പുത്തമ്പരി അച്ഛനാണെങ്കിൽ കുഴപ്പമില്ല, ഉറങ്ങി വീണാലും വിഷയമില്ല, അച്ഛനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ചേച്ചിട്ട് ഇങ്ങനെ ഉറങ്ങും. ഞാൻ ചേട്ടാ ഉറങ്ങരുത്. പിന്നെയും ചേട്ടൻ ഉറങ്ങി. കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഈ വചനം തന്നു, ചേട്ടാ ഉറങ്ങരുത്, എഫേസ്യോസ് 5:14 ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവനിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്നെ പ്രകാശിക്കും. ചേട്ടൻ ഇങ്ങനെ തുറിച്ച് എന്നെ നോക്കി. ഇറങ്ങിക്കഴിയുമ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ. ഞാൻ എന്നോട് എൻ്റെ പറയാനായിരിക്കുന്നു, ഒരു കാര്യം പറയാനാണ്. ഞാൻ ഏത് ധ്യാനമന്ത്രത്തിൽ പോയാലും ഫ്രണ്ടിൽ കയറുന്ന് ഉറങ്ങും. പക്ഷേ ബ്രദർ, ആ വചനം പറഞ്ഞോട് കൂടി എൻ്റെ ഉറക്കം പറ പോയി. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവ
വചനം 85% വചനങ്ങളും ദൈവമക്കൾക്ക് ആശ്വാസത്തിൻ്റെ വചനങ്ങളാണ്. പക്ഷേ ബൈബിൾ നിങ്ങൾ ഒരു ആത്മഹത്യയെ ചിന്തിച്ചിരിക്കുമ്പോൾ തുറന്ന് വായിക്കരുത്. അവർ തെറ്റുപറ്റാം. പറഞ്ഞേ ഹല്ലേലൂയ. തോമാസ്ലിയ പറഞ്ഞു, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. എന്തു ചെയ്യും? അവൻ പോയി കെട്ടി തൂങ്ങിച്ചത്തു. അങ്ങനെ 2 വചനമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ആശ്വാസമില്ലാതിരിക്കുമ്പോൾ മത്തായി 11, 28, 29 എടുക്കണം. അധ്വാനിക്കുന്നവരും നിങ്ങളെല്ലാവരും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഹൃദയം അസ്വസ്ഥമാകുമ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കണം. യോഹന്നാൻ 14:1 നിങ്ങളുടെ ഹൃദയം ഉറക്കപ്പറ. സമയം തീർന്നതേ, ഉറക്കപ്പറ. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലെയും വിശ്വസിക്കും. വചനത്തിൻ്റെ ലഹരി പിടിക്കണം. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞേ വചനത്തിൻ്റെ ലഹരി പിടിക്കണമെന്ന്. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ മുഖത്തൊക്കെ ഒന്ന് പറഞ്ഞേ വചനത്തിൻ്റെ ലഹരി പിടിക്കണമെന്ന് പറഞ്ഞേ. നിങ്ങൾ എത്ര പിടിച്ചാലും വചനത്തിൻ്റെ ലഹരി പിടിക്കത്തില്ലല്ലേ. പറഞ്ഞേ ഹല്ലേലൂയ. വചനത്തിന് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. വചനത്തിന് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, ലഹരിയുണ്ട്. ഒരു കാലത്ത് മദ്യം കഴിച്ച് ലഹരി പിടിച്ച് നടന്ന ഒരു മനുഷ്യൻ ദൈവവചനം ഉള്ളിൽ നിറഞ്ഞപ്പോൾ എല്ലാ ലഹരികളും മാറി. ഒരു ലഹരിയില്ല. അപ്പം ആകെ ഒരു ലഹരി ഉള്ളൂ. എന്നെ ലഹരി? അതാണ് ജെറമ്യ 15:16 ഞാൻ അവിടുത്തെ വചനം കണ്ടെത്തി. പറഞ്ഞേ ഒച്ചപ്പറ. അത് ഞാൻ ഭക്ഷിച്ചു, എനിക്ക് ആനന്ദപ്രദമായി, എൻ്റെ ഹൃദയം സന്തോഷിച്ചു. ചേച്ചിമാരെ മുടി കൊഴിച്ചിന് പോലും ബൈബിളിൽ വായനമുണ്ട്. 9 പേരുടെ മുടി കൊഴിച്ചിൽ നിന്ന് ഒരു ചേച്ചി പെട്ടെന്ന് പേന എടുക്കുന്നത് കണ്ടോ? കാരണം അത് നമുക്ക് ആവശ്യമുള്ള വായനമാണ്. അതും കൂടെ എഴുതിക്കോ. മത്തായി 10:30 നിങ്ങളുടെ തലയിലെ ഓരോ മുടിനാരുകളും എണ്ണപ്പെട്ടിരിക്കും. രാത്രി മേടിക്കേണ്ട, പാരച്ചൂട്ട് മേടിക്കേണ്ട, ഒന്നും മേടിക്കേണ്ട. തലയെ കൈവച്ച് സാധിക്കുന്നെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ആ മേടിക്കുന്ന എന്തിലേക്ക് മേടിക്കുന്ന കാശൊക്കെ ക്ലാരിസ് അച്ഛൻ്റെ കൊണ്ട് സുവിശേഷ വേലയ്ക്ക് കൊടുക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളൊന്ന് പരീക്ഷ നോക്കുക. വെറുതെ ഇത് പറയുന്നതല്ല. ഒരു സിസ്റ്റർ അടക്കം 9 പേര് അസിസി വന്ന് സാക്ഷ്യപ്പെടുത്തിയ മാനമാണത്. എന്തോരം മനുഷ്യർ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ചേച്ചി നട്ടലിൽ ബെറ്റിട്ടുണ്ടോ എന്നാണ് കഴിഞ്ഞ ദിവസം. ഡോക്ടർ പറഞ്ഞ് ബെൽറ്റ് ഊരിയ നടുവ് തളർന്നു പോകുന്നു. ഇപ്പം നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ദിവസം ചേച്ചി പറയാണ്, ബ്രദറെ, ഹൈന്ദവ ചേച്ചിയാണ്, ബ്രദറെ ഇപ്പം എനിക്ക് ബെൽറ്റ് ഇട്ട നടുവിന് വേനയാണ്, ഊരി മാറ്റി. നവംബർ 1 അമരധ്യാനമത്തിൽ വരുന്നുണ്ട് ബെൽറ്റുമായിട്ട് സാക്ഷ്യം പറയാം. അന്നവിടെ ഏകദേശം കൺവെൻഷനുണ്ട്. പലതുരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം നിങ്ങളുടെ കൊച്ചു പ്രാർത്ഥനയിൽ എന്നെ കൂടി ഉറക്കുക. വേറെ ഒന്നിനും വേണ്ടി പ്രാർത്ഥിക്കേണ്ട. കർത്താവ് കിട്ടിയ ഇനി അനുഗ്രഹം ലോകം മുഴുവൻ 24 മണിക്കൂറും പ്രസംഗിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. വേറെ ഒന്നും എനിക്ക് കുറവില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. മത്തായി 6:33 നിങ്ങൾ ആദ്യം അവിടുത്തെ, ബാക്കിയുള്ളതെല്ലാം ദൈവരാജ്യം പ്രസംഗിക്കുന്ന ഒരു വ്യക്തിക്കും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. അത് കിട്ടും. സങ്കീർത്തനം 34:10 സിംഹക്കുട്ടികൾ പോലും ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവന് രവി എന്ന തോമസ് 24 ദിവസം കർത്താവിനെ കൊടുത്തുകൊണ്ടിരിക്കുക. അന്വേഷിക്കുന്നതിന് കുറവുണ്ടായിരുന്നാണ് പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോൾ പിന്നെ കൊടുക്കുന്നവന് എന്തെങ്കിലും കുറവുണ്ടാകുമോ?